ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. 10ാം തരം പ്രാഥമിക പരീക്ഷ ലക്ഷ്യം വെച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രധാന വിഷയമാണ് ആനുകാലികം. ആനുകാലികം 10 മാർക്ക്. ശാസ്ത്രം, സാങ്കേതികം, കല, സാഹിത്യം, കായികം ഒക്കെയായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന സംഭവങ്ങൾ, ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന 10 മാർക്കിൻ്റെ ആനുകാലികം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 2025 ആനുകാലികങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രസക്തി. അതിൽ തന്നെ കേരളത്തിലെ സംഭവങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ മാർക്ക്. അങ്ങനെ പറയുമ്പോൾ 10ൽ നിങ്ങളുടെ ഒരു 6 മാർക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ 6 മാർക്കും നേടാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ PSC ബുള്ളറ്റിനിൽ ജനുവരി ആദ്യം വരുന്ന സ്പെഷ്യൽ പങ്ക്തിയുണ്ട്. 2025 നടന്ന മുഴുവൻ സംഭവങ്ങൾ. അത് ലോകമുണ്ട്, ഇന്ത്യയുണ്ട്, കേരളമുണ്ട്. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 2025 കേരളം. ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം, CM വിത്ത് മീ എന്ന സിറ്റിസൺ കണക്ട് സെന്റർ ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. കണക്ട് സെന്റർ സംവിധാനമാണ് CM വിത്ത് മീ. അടുത്തത്, കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം. ശ്രദ്ധിച്ചോണം, നിലവിൽ വന്നത് പട്ടം, തുളസി ഹിൽ പാലസ്, പട്ടം. PSC മ്യൂസിയം. കേരളത്തിൽ ആദ്യമായി മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന ഭാഷ കുമ്മറ ഭാഷ. അതിൽ പുറത്തിറങ്ങുന്ന നിഘണ്ടുവിൻ്റെ പേര് സ്വം എന്നാണ്. അർത്ഥം നിധി എന്നാണ്. ഓരോ ചോദ്യവും ഓരോ വരികളും ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് ആദ്യമായി ഗോത്രഭാഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ പറഞ്ഞ സ്വം എന്ന നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തി കക്കോടി കൊല്ലങ്കണ്ടി VK ബാബു. പേരൊക്കെ ഇച്ചിരി നീളത്തിൽ കിടക്കുന്നതുകൊണ്ട് ആ രീതിയിലൊക്കെ കോയിൻസൈഡ് ചെയ്ത് ഓർക്കുക. ആനുകാലികം എപ്പോഴും കാണാതെ പിടിച്ചാലും നമ്മൾ മറന്നുപോകും. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ യാനം നടന്നത് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലാണ് യാനം. യാനം നടന്നത് വർക്കല. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഗനറ്റ്സ്. അപ്പോൾ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമാണ് ഗനറ്റ്സ് രൂപീകരിച്ചത് കേരളത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച തീയതി 2005 നവംബർ 1. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരള വനഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയം. 2025 ജനുവരി 21 നടപ്പാക്കിയ കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കവചം. കേരള വാർണിംഗ്സ്, ക്രൈസിസ്
ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം കവചം. 2025 ഓഗസ്റ്റ് 22 ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. പ്രഖ്യാപിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ 2025 രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവും കേരളം. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കമ്മീഷനുകൾ അതുപോലെ തന്നെ പദ്ധതികൾ, സ്ഥിരമായി ചോദ്യങ്ങൾ വരും. സംസ്ഥാന വയോജന കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം 5 പേര്. കാലാവധി 3 വർഷം. സംസ്ഥാന സർക്കാർ പുതിയതായി രൂപീകരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ സോമപ്രസാദ്. വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളം. വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി കേരളത്തിലെ ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് എലിക്കുളം പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി മാനവീയം വീഥി. ഓരോന്നും വ്യത്യസ്തമായ ചോദ്യങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് കോട്ടയം. 2025 ഏപ്രിൽ 14 കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ചത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഷൊർണൂർ. അപ്പൊ പഞ്ചായത്ത് കോട്ടയം, മണ്ഡലം ധർമ്മടം, നഗരസഭ ഷൊർണൂർ. കേരളത്തിലെ ആദ്യത്തെ അവോക്കാഡോ നഗരം അമ്പലവയൽ. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ കോട്ടക്കൽ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര മുനിസിപ്പാലിറ്റി ശ്രീകണ്ഠപുരം. ഗ്രാമ കോടതിയുള്ള ഇന്ത്യയിലെ ആദ്യ നിയോജക മണ്ഡലം വാമനപുരം. ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവു വിളക്കുകളുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്? പാറളം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല വയനാട്. ഓരോ ചോദ്യങ്ങളും ഓരോ മാർക്കായിട്ട് കണക്കാക്കി ശ്രദ്ധയോടെ പഠിക്കുക. ഒരു തവണ കൂടെ കേൾക്കുന്നതിലും തെറ്റൊന്നുമില്ല. രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ കൃഷിഭവൻ എറണാകുളം ജില്ലയിലെ ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം കോഴിക്കോട്. വീടുകളിൽ ഒറ്റയ്ക്കായിപ്പോയ മുതിർന്നവർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾ സല്ലാപം. ഞാൻ പറഞ്ഞു, ഒരു 2 പദ്ധതിയെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഒറ്റയ്ക്ക് വീട്ടിൽ അകപ്പെട്ടു പോയ മുതിർന്നവർക്ക് ആകെ ഒരാശ്വാസം സംസാരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സല്ലാപം. രാജ്യത്താദ്യമായി സമ്പൂർണമായി IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. ഇത് ഗ്രാമപഞ്ചായത്താണെങ്കിൽ കട്ടാക്കട എവിടാ?
കേരളത്തിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസ്. പോലീസ് സ്റ്റേഷൻ പറഞ്ഞു ആർത്തുങ്കൽ. താലൂക്ക് ഓഫീസ് ഏറനാട്. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് തൃപ്പങ്ങോട്. ഇന്ധന ചെലവില്ലാതെ കായൽ സവാരി നടത്താൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ ആദ്യത്തെ സോളാർ വള്ളം. സോളാർ വള്ളത്തിന്റെ പേര് കതിരവൻ. അടുത്തത് പ്രവാസികളുടെ പദ്ധതി. പ്രവാസികൾക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് മലമ്പുഴ കാവ ഇക്കോ ക്യാമ്പ്. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അക്കാഡമിയും നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം കാറാഡുക്ക. ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ബീച്ച് പാർക്ക്. നമ്മൾ ഈ സ്കൈ ഡൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പത്രത്തിലെ വാർത്തയൊക്കെ കണ്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ഒറ്റ ദിവസം തന്നെ ഒരാളുടെ 3 പ്രധാന അവയവങ്ങൾ 3 പേർക്ക് മാറ്റിവെച്ച സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ്. സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യത്തെയും രാജ്യത്തെ 3ാമത്തെയും മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം കോട്ടയം മെഡിക്കൽ കോളേജാണ്. സംസ്ഥാനത്ത് ആദ്യമായി NABHന്റെ അക്രഡിറ്റേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ 2025 പ്രധാന സംഭവങ്ങളെല്ലാം പറയുന്നത് കൊണ്ട് തന്നെ വീഡിയോ അല്പം വലിയ വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഓരോ പോയിന്റ് നോട്ട് ബുക്കിൽ കുറിച്ചെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് എന്തായാലും 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ കെയർ FM. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി സഹമിത്ര എന്ന പേരിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം കോഴിക്കോട്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി പരിരക്ഷ. ഭൗതിക വെല്ലുവിളികളെക്കുറിച്ചും അത് നേരിടുന്നവരെക്കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ അൻപ്. കേരളത്തിൽ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടി. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഒറ്റപ്പാലം. 2024 സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഔദ്യോഗികമായി കാർബൺ സന്തുലിത പദവി ലഭിച്ച ആദ്യ വീട് വേങ്ങേരി കോഴിക്കോട്ട് മേട. കേരള കാർഷിക സർവകലാശാല പഴങ്ങളിൽ നിന്നുൽപ്പാദിപ്പിച്ച സംസ്ഥാനത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡ് നിള. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തനാണ് ഷോണിമ വികസിപ്പിച്ച സ്ഥാപനം വെള്ളാനിക്കര കാർഷിക സർവകലാശാല. കുട്ടനാട്ടിലെ മങ്കൊമ്പ്
MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച നെൽവിത്തുകൾ. പുണ്യ ആദ്യ. മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കുന്ന ആദ്യത്തെ വെള്ള അരിയോടുകൂടിയ നെല്ലിനമാണ് ആദ്യ. വിഴിഞ്ഞം. വിഴിഞ്ഞം സ്ഥിരമായിട്ടിപ്പോൾ പരീക്ഷാ ചോദ്യപേപ്പറിലുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച തീയതി 2025 മെയ് 2. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം. അതുപോലെ തന്നെ 2025 നവംബറിൽ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി അനുവദിച്ച കേരളത്തിലെ തുറമുഖം. ഇതെല്ലാം വിഴിഞ്ഞമാണ്. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമായ മഞ്ഞൾ IISR സൂര്യ. ആൾക്കൂട്ടം എത്ര വലുതായാലും അവരെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറയിലൂടെ നിരീക്ഷിച്ച് അസ്വാഭാവിക നീക്കങ്ങൾ വിലയിരുത്തി ദുരന്തങ്ങൾ തടയാൻ സഹായിക്കുന്ന പദ്ധതി തയ്യാറാക്കിയത് NIT കോഴിക്കോട്. നാസയും ISROയും സംയുക്തമായി നിർമ്മിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ കേന്ദ്രത്തിൽ നിന്ന് GSLV F-16 ഉപയോഗിച്ച് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ്, പേര് നിസാർ. ആ പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ തോമസ് കുര്യൻ. ഓരോന്നും ഓർത്തോണം. കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റായ K-ഫോണിന്റെ ഭാഗ്യചിഹ്നം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, ഫിബോ. കടുവയുടെ പേരാണ് ഫിബോ. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ഭാഷാ പഠനം എളുപ്പമാക്കാൻ പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. വിദ്യാകിരണം മിഷൻ പ്രസിദ്ധീകരിച്ച 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഡയറി കുറിപ്പുകളും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അനുഭവക്കുറിപ്പുകളും ഉൾക്കൊള്ളുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി എഡിറ്ററായി തയ്യാറാക്കിയ പുസ്തകം കുരുന്ന എഴുത്തുകൾ. ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം മികവാർന്ന പച്ചത്തുരുത്തുകൾ. സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിന്റെയും ജീവിതത്തെപ്പറ്റി കവി BK ഹരിനാരായണൻ രചിച്ച പുസ്തകം ശിവം ശുഭം, ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. ഏത് പ്രശസ്ത എഴുത്തുകാരിയുടെ ഓർമ്മ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ? അരുന്ധതി റോയി. അന്തകവള്ളികൾ എന്ന പുസ്തകം എഴുതിയത് സേതു. 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള ഗ്രേസ് ആബട്ട് ബുക്ക് പ്രൈസ് ലഭിച്ച കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ്, കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള പുസ്തകം എഴുതിയത് ഡോക്ടർ ദിവ്യ കണ്ണൻ. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് KP രാമനുണ്ണി. വള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷനായി നിൽക്ക എന്ന നോവൽ രചിച്ചത് അനിൽ വള്ളത്തോൾ. പത്രാധിപരായും എഴുത്തുകാരനായും തലമുറകളെ പ്രചോദിപ്പിച്ച MT വാസുദേവൻ നായരെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം എംതിത്തം. മാധവിക്കുട്ടിയുടെ ജീവചരിത്രം മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പേരിൽ രചിച്ചത് ഡോക്ടർ ആശ K. കരുവന്നൂർ എന്ന ചെറുകഥാസമാഹാരം T. പത്മനാഭൻ. കലാകായികം സാഹിത്യം എല്ലാ മേഖലകളും ടച്ച് ചെയ്തിട്ടുണ്ട്.
ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയതും ടി പത്മനാഭൻ. മനുഷ്യബന്ധങ്ങളെയും അതിജീവനത്തെയും കുറിച്ച് ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് UK കുമാരൻ. മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബെന്യാമിൻ. ഞാൻ വായിച്ചു, നല്ല പുസ്തകമാണ്. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന നോവൽ എഴുതിയത് M മുകുന്ദൻ. കലാച്ചി എന്ന നോവൽ എഴുതിയത് KR മീര. EP ജയരാജന്റെ ആത്മകഥ ഇതാണെന്റെ ജീവിതം. കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ട് മിയ. രാജ്യത്താദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാക്കാൻ തീരുമാനിച്ചതും കേരളം. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 6 ആക്കാൻ തീരുമാനിച്ചതും കേരളം തന്നെ. ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ MV വാൻഹായ് 503. അടുത്തിടെ കൊച്ചി സന്ദർശിച്ച അന്താരാഷ്ട്ര ആഡംബര കപ്പൽ സെലിബ്രിറ്റി മിലേനിയം. അടുത്തിടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട കടലിലൊഴുകുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന കപ്പൽ MV വേൾഡ് ഒഡീസി. 2025 മെയ് 24 കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ MSC എൽസ 3. വാർത്തകളിൽ നിറഞ്ഞു നിന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അതാണ് MSC, ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതി ക്യാൻസർ രഹിത കണ്ണപുരം. ജലലഭ്യത, ഉപയോഗം, ഭാവി ആസൂത്രണം ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകരിച്ച് സമഗ്രമായ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ആദ്യ ജില്ല കണ്ണൂർ. ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാകുന്ന ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. മേഘാലയയിൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ കണ്ണൂർ സ്വദേശിയായ IAS ഓഫീസർ ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത കണ്ണൂർ ജില്ലയിലെ സഫ്രിന ലത്തീഫ്. ചോദ്യം വരാം. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതി ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ചത് കേരളത്തിലെ 2 ബീച്ചുകൾക്കാണ്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ച്, കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ച്. ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സംഘടനയുടെ ആസ്ഥാനം ഡെൻമാർക്ക്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം 600.15 കിലോമീറ്റർ. ഇത് ആനുകാലികത്തിലും കേരള ഭൂമിശാസ്ത്രത്തിലും വരാൻ ശ്രദ്ധിക്കുക. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം
അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനം പിണറായി, 1ാമത് EK നയനാർ. അതിപ്പോ പിണറായി 1ാം സ്ഥാനത്തിലേക്ക് എത്തി. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനും നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ശുചിത്വ ഐ കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരം. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ യാത്രയിലെ മലയാളി സാന്നിധ്യം ജി ഹരികൃഷ്ണൻ. സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചുകൊണ്ടു പോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകം മത്സ്യ 6000 കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന്റെ 2020-25 മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി വേനൽ മധുരം. കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാനകല ബഡ്സ് കലോത്സവം തില്ലാന. കിരീടം നേടിയ ജില്ല വയനാട് ജില്ല, വേദിയായ ജില്ല കൊല്ലം ജില്ല. പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ മേഖലയിലെ പ്രൊഫഷണലിസം കൈവരിക്കാനും കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി കെ-ടിക്. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണത്തിനും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതി കെ-ടാപ്പ്. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ജൻഗൽസ. അർത്ഥം ജനങ്ങളുടെ ഉത്സവം. സംസ്ഥാനത്തെ അയൽക്കൂട്ടാംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കാനുള്ള കുടുംബശ്രീ പദ്ധതി ജീവൻ ദീപം ഒരുമ ഇൻഷുറൻസ്. വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ, പഠന സാമഗ്രികൾ, ലഘുഭക്ഷണങ്ങൾ, ഉച്ചഭക്ഷണം എന്നിവ സ്കൂൾ കോമ്പൗണ്ടിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി സ്കൂഫെ. കഫേ എന്നൊക്കെ ഉള്ളതിന് പകരം. സംഘടനാ ശാക്തീകരണം ലക്ഷ്യമിട്ട് അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കുന്നതിനുള്ള ക്യാമ്പയിൻ 50+ ക്യാമ്പയിൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചെറുക്കാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്ന കുടുംബശ്രീ പദ്ധതി സ്നേഹിത. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ മൈക്ര AV ലീഡ്സ് പേസ് മേക്കർ ചികിത്സ നടത്തിയ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. വ്യവസായ സംരംഭകർക്ക് സൗഹൃദപരമായും അനുകൂലമായും അന്തരീക്ഷം ഒരുക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. തുടർച്ചയായി 2ാം തവണയും രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തിയത് കേരളം. അമേരിക്കൻ മെറിറ്റ് കൗൺസിൽ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി നൽകി ആദരിച്ച ചിത്രകലയുടെ അരങ്ങിൽ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന തനത് കലാരൂപത്തിന്റെ ഉപജ്ഞാതാവായ മലയാളി ജിതേഷ് ജി. മലയാളം കാലിഗ്രാഫി രംഗത്ത് പ്രമുഖനായ ഏത് വ്യക്തിയാണ്
വേൾഡ് കലിഗ്രാഫി അസോസിയേഷന്റെ ഓണററി ഡയറക്ടറായി നിയമിക്കുന്നത്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നാരായണ ഭട്ടതിരി. യാത്രക്കിടയിൽ കേരളത്തിലെവിടെയും തൊട്ടടുത്ത് വൃത്തിയുള്ള ഒരു ശുചിമുറി കണ്ടെത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ആപ്പ് ക്ലൂ ആപ്പ്. ബസിന്റെ തത്സമയ സഞ്ചാരപാത കണ്ടെത്താനും ഡിജിറ്റൽ ഇടപാടുകൾ നടത്താനും KSRTCയുടെ മൊബൈൽ ആപ്പ് ചലോ ആപ്പ്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ഉപയോഗിച്ച ആപ്പ് ക്യൂഫീൽഡ് ആപ്പ്. മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പ് കോമ്പൗണ്ടർ. ലോകത്തിന്റെ ഏത് കോണിലും ഇരുന്ന് മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പ് കോർട്ട് ക്ലിക്ക്. സ്കൂൾ കുട്ടികളുടെ ഹാജർ നില, പഠന നിലവാരങ്ങൾ, പഠന പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ ഇവയറിയാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി തയ്യാറാക്കിയ ആപ്പ് സമ്പൂർണ്ണ പ്ലസ്. ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്ന് വിധി പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതി. കേസ് അന്വേഷണത്തിനായി വ്യക്തികളെ കാരണമറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലിക അവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ചതും കേരള ഹൈക്കോടതി. കേരള സർവകലാശാലയിലെ അക്വാറ്റിക് ബയോളജി ആൻഡ് റിസർച്ച് ഫിഷറീസ് വകുപ്പിൽ ഗവേഷകനായ ഡോക്ടർ സ്മൃതി രാജ്, കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ബിജു കുമാർ എന്നിവർ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ 2 ശുദ്ധജലം ഞണ്ടുകൾ ഗവിയിൽ പിലാർട്ട വാമനും റാണിപുരത്ത് കാസർഗോഡിയ ഷീബയും Booking.com തയ്യാറാക്കിയ ലോകമെമ്പാടുമുള്ള യാത്രക്കാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട മികച്ച 10 ട്രെൻഡിംഗ് ട്രാവൽ ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലം കൊച്ചി. കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ കണ്ടെത്തിയ യൂറോപ്യൻ മെഡിറ്ററേനിയൻ സമുദ്രങ്ങളിൽ മാത്രമുള്ള അപൂർവ ഇനം കടൽ അട്ട പോണ്ടോ ഡെല്ല മുരിക്കേറ്റ. അപകടവേളയിൽ ഭീഷണിയുടെ രീതിയിൽ പ്രതിരോധ പ്രതികരണം നടത്തുന്ന ഇരുനിറ തവളയെ ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന മലയാളിയായ ഡോക്ടർ സത്യഭാമ ദാസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി സംഘം കണ്ടെത്തിയത് എവിടെയാണ്? ശിരുവാണിയിൽ. തവള അപകടവേളയിൽ ഭീഷണി സ്വരം മുഴക്കും. അയ്യപ്പൻ തീയാട്ട് എന്ന അനുഷ്ഠാന കലയിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിത RLV ആര്യാദേവി. ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയൊരുക്കുന്ന പദ്ധതി ഹാപ്പി ലോങ് ലൈഫ്. ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഈ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുന്നത് ജൂലൈ 30 ഹൃദയഭൂമി. ബ്ലേഡ് പലിശക്കാർക്കെതിരെ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഷൈലോക്ക്. ജനങ്ങൾക്ക് സുരക്ഷിതവും ഫലപ്രാപ്തിയുള്ളതും ഗുണനിലവാരമുള്ളതുമായ മരുന്നുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉറപ്പാക്കാൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ സൗന്ദര്യ. കുറേയൊക്കെ പദ്ധതിയോ ഓപ്പറേഷനും പേരിൽ നിന്നൊക്കെ ഓർത്തിരിക്കാം.
സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്, സ്പോട്ടിൽ പിടിക്കുക. അഴിമതി കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. മോട്ടറും വീലുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുക. വനവകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് പരിശോധന ഓപ്പറേഷൻ വനരക്ഷ. വെളിച്ചെണ്ണയുടെ നിലവാരം ഉറപ്പാക്കാനും മായം ചേർത്ത എണ്ണയുടെ വിൽപ്പന തടയാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ഓപ്പറേഷൻ നാളികേരം. സംസ്ഥാനത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ രക്ഷിത. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ നുങ്കോർ. ഓപ്പറേഷൻ നുങ്കോറിലെ നുങ്കോർ എന്നതൊരു ഭൂട്ടാനീസ് വേർഡാണ്. അർത്ഥം വാഹനം. 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ. മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. 2024 മുഹമ്മ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെവിടെയാണ് ഇന്ത്യ റിസർവ് പോലീസിന്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്നത്? കൊല്ലം ജില്ലയിലെ കോട്ടുക്കൽ. സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി. സമയം. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്യ അധ്യാപകനായി നിയമനം ലഭിച്ച നർത്തകൻ RLV രാമകൃഷ്ണൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് തൃശൂർ ജില്ലയിലെ പുത്തൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സുവോളജിക്കൽ പാർക്കും ഇതുതന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കും തൃശൂർ ജില്ലയിലെ പുത്തൂർ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച സ്ത്രീകൾ ചേർന്ന് രൂപീകരിച്ച ലൈഫ് ലൈൻ വയനാട് എന്ന കൂട്ടായ്മ നിർമ്മിക്കുന്ന ബാഗിന് നൽകിയ പേര് ബെയ്ലി. അന്ന് നിർമ്മിച്ച ബെയ്ലി പാലത്തെ അനുസ്മരിച്ചാണ് ഈ പേരിട്ടിരിക്കുന്നത്. 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. 2024 മെയ് മാസം അന്തരിച്ച ചക്രക്കസേരയിൽ ഇരുന്ന് നാടിനാകെ അക്ഷരവെളിച്ചം പകർന്ന പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക KV റാബിയ. ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. അടുത്തിടെ അന്തരിച്ച മലബാറിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിലെ ആദ്യ വനിതാ MLA കാനത്തിൽ ജമീല. കേരള നിയമസഭയിൽ അംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വനിതയും കാനത്തിൽ ജമീലയാണ്. 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി KS മണിലാൽ. ഓർത്തോസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് അദ്ദേഹമാണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മോപ്പസാങ് വാലത്ത് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ചിത്രകാരൻ. ലോലൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാള കാർട്ടൂൺ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച
അന്തരിച്ച കാർട്ടൂൺ ചെല്ലന്റെ ശരിയായ പേര്? ടി.പി. ഫിലിപ്പ്. എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ എം.കെ. സാനു, മംഗലത്ത് കേശവൻ സാനു, അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2. അദ്ദേഹത്തിന്റെ ആത്മകഥയായിരുന്നു കർമ്മഗതി. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവും വയലാർ രാമവർമ്മ. 2025 മാർച്ച് 1 അന്തരിച്ച പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് മങ്കൊമ്പ് ബാലകൃഷ്ണൻ. 2025 ജനുവരി 25 അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ കെ.എം. ചെറിയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയത് അദ്ദേഹമാണ്. 2025 മാർച്ചിൽ അന്തരിച്ച വൃക്ക ശസ്ത്രക്രിയയിൽ ഇന്ത്യയിലെ തന്നെ വിദഗ്ധനായ ഡോക്ടർ ജോർജ് പി. എബ്രഹാം. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യയിലെ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. സ്വതന്ത്ര ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ പത്രാധിപർ എന്ന ബഹുമതിക്കിരയായ പത്രപ്രവർത്തകൻ 2025 ഒക്ടോബറിൽ അന്തരിച്ചു. ടി.ജെ.എസ്. ജോർജ്, തയ്യിൽ ജേക്കബ് സോണി ജോർജ്. 2025 ഏപ്രിൽ 25 അന്തരിച്ച മുൻ ISRO ചെയർമാൻ കെ. കസ്തൂരിരംഗൻ. 2025 ഏപ്രിൽ 26 അന്തരിച്ച ചരിത്രകാരനും എഴുത്തുകാരനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മുൻ അധ്യക്ഷനുമായിരുന്ന വ്യക്തി ഡോക്ടർ MGS നാരായണൻ. ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ഇതാണ് ഡോക്ടർ MGS നാരായണന്റെ ആത്മകഥ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷർലി വാസു. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമൻ. 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും S. ജയചന്ദ്രൻ നായർ. ആത്മകഥ എന്റെ പ്രദക്ഷിണ വഴികൾ. കേരളത്തിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ച കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റെയില ഒഡിംഗ. ഏത് കേരള നവോത്ഥാന നായകന്റെ 200ാമത് ജന്മവാർഷികമാണ് 2025 ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ വരുന്നത് തിരുവനന്തപുരം, ആദ്യത്തേത് കൊച്ചി മെട്രോ. മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയുടെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 100ാം വാർഷികം. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് KL 90. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലെ കലവൂർ. കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. 2025 രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ സ്ഥാപനം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നടന്നത് കൊച്ചി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്ന ജില്ല പാലക്കാട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയത് തൃശൂർ, വേദിയായത് തിരുവനന്തപുരം. 2025 ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം നിലമ്പൂർ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്ത്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്ന ജില്ല കൊല്ലം. ലഹരി ഉപയോഗത്തിനെതിരെ
അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 ആരംഭിച്ച ക്യാമ്പയിൻ ഒരു തൈ നടാം. അംഗനവാടി കുട്ടികളുടെ ശാരീരികവും ബൗദ്ധികവുമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കിയ പദ്ധതി കുഞ്ഞൂസ് കാർട്ട്. വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതി വന അമൃതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കാനായി നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിൾ ഹരിതവാഹിനി. അതിഥി തൊഴിലാളികളുടെ മക്കളെ മുഴുവൻ അംഗനവാടികളിലും സ്കൂളുകളിലും എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി നമുക്കൊന്നിച്ച് പഠിക്കാം. ആയിയെ ഏക് സാത്ത് സീക്കെ. കുടിയേറ്റ തൊഴിലാളികളുടെ 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അംഗനവാടിയിൽ ചേർക്കാനും 6 വയസ്സും അതിൽ കൂടുതലുള്ളവരെയും പൊതുവിദ്യാലയങ്ങളിലും ചേർക്കാനുള്ള പദ്ധതി ജ്യോതി. കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി സുജലം സുലഭം. പ്രസവശേഷം ആശുപത്രികളിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന ലോക പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ പദ്ധതി ജീവൻ. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി സുരക്ഷാമിത്രം. കേരളത്തിലാദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിച്ച് പച്ചമതിൽ തീർക്കാൻ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട്. കെ സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്ന തീയതി 2025 ഏപ്രിൽ 10. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. വനവിഭവങ്ങളുടേത് നമ്മൾ പറഞ്ഞതാണ്. ഇത് പ്രിന്റ് എടുത്തപ്പോൾ ഒരു തവണ കൂടി റിപ്പീറ്റ് ആയി പോയതാണ്. 2021 പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ കണ്ടെത്തിയ കുഞ്ഞൻ കാട്ടുകാശിത്തുമ്പ. തുമ്പയ്ക്ക് നൽകിയ പേര് ഇംപേഷ്യൻസ് അച്യുതാനന്ദനി. മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി നൽകിയ പേരാണ്. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദരസൂചകമായി ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യജനത്തിന് നൽകിയ പേര് ഇക്സോറ ഗാഡ്ഗിലിയാന. കൗമാര വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ നടത്താകുന്ന പദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ സമഗ്ര ശിക്ഷാ കേരളം മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന പദ്ധതി പഠിപ്പുരുചി. മുതുവൻ ഭാഷയിൽ പഠിപ്പിന്റെ രുചി എന്നാണ് അർത്ഥം. സംസ്ഥാനത്ത് പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഫോക്കസ് ബ്ലോക്ക്. US-ലെ മിസോറി സിറ്റി മേയറായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി റോബിൻ ഇലക്കാട്ട്
കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ കുട്ടികൾക്കായുള്ള ഇന്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. തീരദേശ ഹൈവേയുടെ ഭാഗമായി കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഇരട്ട തുരങ്കപാത വരുന്നത് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സാമൂഹിക പുനരധിവാസവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച ഭവന പദ്ധതി സുഭദ്രം ഭവന പദ്ധതി. പട്ടികജാതി നഗറുകളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള സർക്കാർ പദ്ധതി ഐശ്വര്യ ഗ്രാമം. സംസ്ഥാനത്തെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ DRDO സമുദ്ര പര്യവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പൂവാർ. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്നേക്ക് ആൻഡ് സ്നേക്ക് ബൈറ്റ് അവയർനെസ് ബോധവൽക്കരണ പരിപാടി നടത്താൻ ആരംഭിച്ച കേരള വനം വകുപ്പ് പദ്ധതി സർപ്പപാഠം. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കേരളത്തിന്റെ 23ാമത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള ഫിഷറീസ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ A. ബിജുകുമാർ. CPIMന്റെ പുതിയ ജനറൽ സെക്രട്ടറി MA ബേബി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക്. മലയാള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ്. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് P. മോഹനൻ. വൈസ് പ്രസിഡന്റ് TV രാജേഷ്. കേരള സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് അബ്രഹാം. കുടിയേറ്റത്തിന്റെയും കുടിയേറ്റക്കാരുടെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് ഇടുക്കി. കേരളത്തിൽ തുടങ്ങിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ഓട്ടോ ടാക്സി പദ്ധതി. കേരള സവാരി. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം. അപൂർവ ഗ്രൂപ്പ് രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവരുടെ രജിസ്ട്രി പുറത്താക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കേരളം. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് കേരളം. രാജ്യത്താദ്യമായി റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനവും കേരളം. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം. വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് അടുത്തിടെ തുടക്കമിട്ടത്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കേരളത്തിലെ കാഴ്ച പരിമിതർക്കായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ദീപ്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ മികവ് പുലർത്തുന്നവരും ഭവനരഹിതരുമായ പഠിതാക്കളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതി ഒപ്പം. നെൽകർഷകനും പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനുമായ ഏത് വ്യക്തിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിയിലൂടെ ആദരിക്കപ്പെട്ടത്? ചെറുവയൽ രാമൻ. 2 ചിഹ്നഗ്രഹങ്ങൾ 2023 VB20 WT48 കണ്ടെത്തിയ കാസർഗോഡ് സ്വദേശിയായ 14 വയസ്സുകാരൻ സൂര്യനാരായണൻ. എൻ്റെ മകന്റെ പേരും അത് തന്നെയാട്ടോ. കാടിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ കോട്ടയം വലവൂരിലുള്ള IIIT വികസിപ്പിച്ച ഡ്രോൺ അസ്ത്ര V1. കേരളത്തിലെ രാജ്ഭവൻ ഇനി മുതൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന പേര് ലോക് ഭവൻ.
കേരള ബാങ്കിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് സ്ഥാപിച്ച ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ തിരുവനന്തപുരം കൈരളി തിയേറ്റർ വളപ്പിൽ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ തലച്ചോർ തിന്നി എന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദം നെഗ്ലേറിയ ഫൗലേറി. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളമുള്ളതും വലിപ്പമുള്ളതുമായ പാലം കുമ്പിച്ചൽ കടവ് പാലം, തിരുവനന്തപുരം. 253 മീറ്റർ നീളം. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനും സർക്കാരിന്റെ ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന സംസ്ഥാനം കേരളം. ആദിവാസി കർഷകർ മാത്രം ഓഹരി ഉടമകളായി ആരംഭിച്ച കമ്പനിയിലൂടെ ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വികസിപ്പിച്ച പുതിയ ബ്രാൻഡിന് നൽകിയ പേര് ആതിരപ്പിള്ളി. തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച വൃത്തി 2025 ദേശീയ കോൺക്ലേവ് വേദി തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന്. ഹരിതഭാവിക്കായി സാങ്കേതിക പരിവർത്തനം എന്ന വിഷയം മുൻനിർത്തി നടത്തുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തൃശൂർ. കിടപ്പ് രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കേരള കെയർ. രാജ്യത്താദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ലോക തേക്ക് കോൺഫറൻസ് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളത്തിലെ കൊച്ചി. കേരളത്തിൽ നിന്ന് ആദ്യമായി ഏതു രാജ്യത്തേക്കാണ് കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത്? ഉഗാണ്ട. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈകൾ കരിമുണ്ട പന്നിയൂർ. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക ശ്രദ്ധ നേടിയ കേരള കാപ്പി ഇനം വയനാടൻ കാപ്പി, റോബസ്റ്റ കാപ്പി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ പദ്ധതി അമൃതം ആരോഗ്യം. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ദൈവദശകം. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചി. അടുത്തിടെ കേരളത്തിൽ നിന്ന് ഭൗമ സൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ക്ലീൻ റൂം എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നൊവേഷൻ സെന്റർ കളമശ്ശേരി. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി എന്ന നേട്ടത്തിന് അരികെയുള്ള വ്യക്തി അനിൽ മേനോൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കേരളത്തിലെ ആദ്യത്തെ AI ലേണിംഗ് പ്ലാറ്റ്ഫോം സൂപ്പർ ലേൺ. രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക രാജഹംസം. വനിതകൾക്ക് ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ഗർഭകാല പ്രസവാനന്തര ശുശ്രൂഷയിൽ ശാസ്ത്രീയ പരിശീലനം നൽകാൻ ആരംഭിച്ച പദ്ധതി സൂതിക മിത്രം. യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല വർക്കല ക്ലിഫ് അഥവാ വർക്കല കുന്നുകൾ. ഹരിത വിനോദസഞ്ചാര കേന്ദ്രമായുള്ള വേങ്ങൂരുള്ള പാണിയേലിപ്പോര് ഏത് ജില്ലയിലാണ്? എറണാകുളം. മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ. വന്യജീവി സംരക്ഷണത്തിനും മനുഷ്യജീവിതം ഭദ്രമാക്കുന്നതിനും തനതറിവുകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള വനം വന്യജീവി വകുപ്പ്, കേരള വനഗവേഷണ സ്ഥാപനം, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ്
ഇവർ സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ഗോത്രഭേരി. പ്രവാസികൾക്ക് ആശയവിനിമയത്തിനും തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറാനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കാനും സൗകര്യമൊരുക്കുന്ന മൊബൈൽ ആപ്പ് ലോക കേരളം ഓൺലൈൻ. ഗുണഭോക്താക്കൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഹരിത കർമ്മ സേനാംഗങ്ങൾക്കും കൂടുതൽ പ്രയോജനകരമാകുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുത്തി നടപ്പിലാക്കാൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഹരിതമിത്രം 2.0. സാമൂഹ്യ നീതി വകുപ്പ് സംഘടിപ്പിച്ച വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി കോഴിക്കോട്. ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ കലാരത്ന പുരസ്കാരം നേടിയത് ജാനകി രാജ്. ISROയുടെ കീഴിലുള്ള തിരുവനന്തപുരം വലിയമലയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ പുതിയ ഡയറക്ടർ M. മോഹൻ. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്നതിനുള്ള സഹകരണ വകുപ്പിന്റെ ആപ്ലിക്കേഷൻ അങ്ങാടി. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനമായ ജനുവരി 30 ആരംഭിച്ച ക്യാമ്പയിൻ അശ്വമേധം 6.0. കേരളത്തിൽ കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന ആദ്യ റെയിൽപാത എറണാകുളം ഷൊർണൂർ. 2025 ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരള വേദി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസ് തുറന്നത് ആലുവ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ ദിവസവേതനം നിലവിൽ 369 രൂപ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ആറളം വന്യജീവി സങ്കേതം. KSRTCക്കായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ 149. ജനവാസ മേഖലകളിലോ കൃഷിസ്ഥലങ്ങളിലോ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ ദീർഘ നടപടികൾക്ക് കാത്തുനിൽക്കാതെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകുന്ന അധികാരം വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത് കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വന്യമൃഗങ്ങൾക്ക് വനത്തിന് പുറത്തേക്ക് പ്രവേശിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വിത്തൗട്ട്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് തിരുവനന്തപുരം വെള്ളയമ്പലം ആൽത്തറ മുതൽ ചെന്തിട്ട വരെ 3.25 കിലോമീറ്റർ നീളം CV രാമൻപിള്ള റോഡ്. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പം അതിരാണി മെലസ്ട്രോമ മലബത്രികം. കോഴിക്കോട് ജില്ലയിലെ ഔദ്യോഗിക പക്ഷി മേനിപ്പൊന്മാൻ സെയ്ക്സ് എരിത്താക്ക. കോഴിക്കോട് ജില്ലയിലെ ഔദ്യോഗിക ശലഭം മലബാർ റോസ് പാച്ലിയോപ്റ്റ പാണ്ഡിയാന. ഔദ്യോഗിക വൃക്ഷം ഈയകം. ഔദ്യോഗിക പൈതൃക വൃക്ഷം ഈന്ത്. ഔദ്യോഗിക ജലനായ നീർനായ. ജലജീവി കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക മത്സ്യം പാതാള പൂന്താരകൻ. ഔദ്യോഗിക മൃഗം ഈനാമ്പേച്ചി. കോഴിക്കോട് ജില്ലയ്ക്ക് മാത്രം കുറെ ഔദ്യോഗിക പക്ഷി വൃക്ഷം ഓർത്തിരിക്കുക. മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച പദ്ധതി KSOTO കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. ചൊവ്വയിലെ ശാസ്ത്രപ്രാധാന്യമുള്ള ചെറിയ കൃത്തങ്ങൾക്ക് അടുത്തിടെ കേരളത്തിലെ ചില സ്ഥലങ്ങളുടെ പേര് നൽകി. വർക്കല, ബേക്കൽ, തുമ്പ, വലിയമല. ചൊവ്വയിലെ ഗർത്തങ്ങൾക്ക് കേരളത്തിലെ സ്ഥലങ്ങളുടെ പേര് നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ VJ രാജേഷ്, ഡോക്ടർ ആസിഫ് ഇക്ബാൽ. സംസ്ഥാന വ്യാപകമായി സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ
രാജ്യവാകമായി തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്താൻ, ഇരകൾക്ക് നഷ്ടപ്പെട്ട പണം നിയമ നടപടികൾ ദ്രുതഗതിയിലാക്കാൻ ഉള്ള പദ്ധതി ഓപ്പറേഷൻ സൈഹണ്ട്. SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പൂർത്തിയാക്കിയ BLOമാരെ ഇന്ത്യ പോസ്റ്റ് മൈ സ്റ്റാമ്പ് ഷീറ്റുകൾ നൽകി ആദരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം തൊടുപുഴ. 2026 ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക എൻട്രി. പപ്പ ബൂക്ക. സംവിധാനം ചെയ്ത മലയാളി ഡോക്ടർ ബിജു. പപ്പുവ ഗിനിയയിലെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആരാണ് പപ്പ ബൂക്ക എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്? സൈൻ ബൊബോറോ. കാലിക്കറ്റ് സർവകലാശാല പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത എഴുതിയ വേടന്റെ ശരിയായ പേര് ഹിരൺദാസ് മുരളി. ഇന്ത്യയിലെ ആദിവാസി രാജവംശങ്ങളിലൊന്നായ മന്നാൻ സമുദായത്തിൽ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ ക്ഷണിക്കപ്പെട്ട ആദ്യ രാജാവ് രാമൻ രാജമന്നാൻ. 2025 ഏപ്രിലിൽ അന്തരിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനുമായ വ്യക്തി ഷാജി N. കരുൺ. അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ സിനിമ പിറവി. 300 കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ ലോക ചാപ്റ്റർ 1. സംവിധാനം ഡൊമിനിക് അരുൺ. ലോകത്തിലെ പ്രശസ്ത ചലച്ചിത്രമേളകളിലൊന്നായ 44ാമത് വാൻകൂവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്യുമെന്ററി ഐ ആം രേവതി. സംവിധാനം P. അഭിജിത്ത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ റസൂൽ പൂക്കുറ്റി. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K. മധു. 2025 ജനുവരി 26 അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ഷാഫി. ഷാഫിയുടെ യഥാർത്ഥ പേര് MH റഷീദ്. മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം യോദ്ധാവ്. ഭാനുപ്രകാശ് എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മോഹൻലാലിന്റെ ജീവചരിത്രം മുഖരാഗം. മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിനെ അടുത്തിടെ ഏതു രാജ്യത്തെ പാർലമെന്റാണ് ആദരിച്ചത്? ശ്രീലങ്കൻ പാർലമെന്റ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള വേദി കൊട്ടാരക്കര. മലയാള സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന JC ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ശില്പി കുന്നുവിള മുരളി. വനം വകുപ്പിന്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ചരിത്ര സാമൂഹിക പശ്ചാത്തലത്തിൽ സഖാവ് P. കൃഷ്ണപിള്ളയുടെ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങൾ കോർത്തിണക്കി അനിൽ V. നാഗേന്ദ്രൻ രചിച്ച് സംവിധാനം ചെയ്ത സിനിമ വീരവണക്കം. സഖാവ് P. കൃഷ്ണപിള്ളയുടെ ജീവിതം അഭ്രപാളികളിൽ എത്തിച്ച അനിൽ V. നാഗേന്ദ്രൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ വസന്തത്തിന്റെ കനൽ വഴികൾ എന്നതിന്റെ 2ാം ഭാഗമാണ് വീരവണക്കം. സിനിമയിൽ P. കൃഷ്ണപിള്ളയുടെ വേഷം ചെയ്തത് സമുദ്രക്കനി. C. ശങ്കരൻ നായരെയും ജലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും കേന്ദ്രീകരിച്ച് രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ചേർന്നെഴുതിയ ഏത് പുസ്തകത്തിന്റെ അടിസ്ഥാനമാണ് കേസരി ചാപ്റ്റർ 2 എന്ന സിനിമ പുറത്തിറങ്ങുന്നത്? ദി കേസ് ദാറ്റ് ഷൂക്ക് ദ എംപയർ. C. ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമ കേസരി ചാപ്റ്റർ 2 ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ജലിയൻ വാലാബാഗ്. സംവിധാനം ചെയ്തത് കരൺ സിംഗ് ത്യാഗി. ചേറ്റൂർ ശങ്കരൻ നായരുടെ വേഷമിടുന്നത് അക്ഷയ് കുമാർ. ജനുവരിയിൽ അന്തരിച്ച കേരളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രൻ, പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ. മലയാള താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ വനിത ശ്വേത മേനോൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം സംബന്ധിച്ച് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാനായ
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. നിലവിൽ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായുള്ള വാർഡുകളുടെ ആകെ എണ്ണം 3662. മുനിസിപ്പാലിറ്റിയിൽ 3241, കോർപ്പറേഷനിൽ 421. നിലവിൽ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലായുള്ള വാർഡ് 17337. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് 2025 ഡിസംബർ 9, 11. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച സോഫ്റ്റ്വെയർ ഇ-ഡ്രോപ്പ്. 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാത്ത കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ. യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് കീർത്തി സുരേഷ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സജി ഗോപിനാഥ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിൽ പരാമർശിച്ച ഓട്ടുരുളി നിർമ്മാണത്തിന് പ്രശസ്തമായ സ്ഥലം മാന്നാർ. G20 ഉച്ചകോടിക്കിടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന് നരേന്ദ്രമോദി സമ്മാനിച്ച കേരളത്തിൽ നിന്നുള്ള കരകൗശല വസ്തു മാന്നാർ ഓട്ടുരുളി. രാജ്യത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന സർക്കാർ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. കേരളത്തിലെ തൊഴിലാളികൾക്ക് ലേബർ കോഡ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പഠിക്കാനും വിലയിരുത്താനും അടുത്തിടെ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് വി ഗോപാലഗൌഡ. മലയാളത്തിന്റെ ശ്രീനിക്ക് വിട. 2025 ഡിസംബർ 20 അന്തരിച്ചു. പ്രശസ്ത നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ. ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ പാട്യം. ആദ്യത്തെ സിനിമ 1976 മണിമുഴക്കം. നായകനായി അഭിനയിച്ച ആദ്യ സിനിമ 1979 സംഘഗാനം. തിരക്കഥ എഴുതിയ ആദ്യ സിനിമ ഓടരുതമ്മാവ ആളറിയാം. സംവിധാനം ചെയ്ത ആദ്യ സിനിമ വടക്കു നോക്കി യന്ത്രം. മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിന് ദേശീയ അവാർഡ് നേടിയ സിനിമ ചിന്താവിഷ്ടയായ ശ്യാമള. ചെന്നൈയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്ന പ്രശസ്ത സിനിമാ താരം രജനീകാന്ത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്. കൊല്ലം AK ഹഫീസ്. കൊച്ചി VK മിനിമോൾ. തൃശൂർ നിജി ജസ്റ്റിൻ. കോഴിക്കോട് O സദാശിവൻ. കണ്ണൂർ P ഇന്ദിര. ഓരോ മേയർമാരെയും പ്രത്യേകം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ ദിയ പുളിക്കക്കണ്ടം, പാലാ നഗരസഭ. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സൺ P വിശ്വനാഥൻ, കൽപ്പറ്റ നഗരസഭ. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളിൽ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നോട്ടയ്ക്ക് പകരം ഏർപ്പെടുത്തിയ പുതിയ ബട്ടൺ എൻഡ് ബട്ടൺ. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചി കൽപ്പശാലയിൽ നിർമ്മിച്ച് മലബാർ തീരത്തെ ചരിത്രപ്രസിദ്ധമായ തീരദേശ നഗരത്തിന്റെ പേര് നൽകിയ അന്തർവാഹിനി INS മാഹി. കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് CMS കോളേജ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത അത്യാധുനിക സൗകര്യങ്ങളുള്ള സർക്കാർ LP സ്കൂൾ മേൽമുറി മുട്ടിപ്പാടി LP സ്കൂൾ. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് വേദിയാകുന്നത് തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജ്. പ്രഥമ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി. കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കൊമറേഡ് എന്ന കൃതിയുടെ തമിഴ് പരിഭാഷ TA ശ്രീനിവാസൻ, മക്കളിൻ തോഴർ. 2025 ഇന്ത്യയിൽ നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി
നാവികസേനാ പ്രകടനങ്ങൾക്ക് വേദിയായത് ശംഖുമുഖം. മുഖ്യ അതിഥി ദ്രൗപദി മുർമു. എല്ലാവർക്കും നന്ദിയുണ്ട്. ഏകദേശം 1 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ പലപ്പോഴായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ട് പൂർണ്ണമായിട്ടും ഒരു തവണ കേൾക്കുകയും ഒരു തവണ കാണുകയും ചെയ്താൽ ആനുകാലികത്തിൻ്റെ 5 മാർഗം നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം. പിന്നെ പറയാനുള്ള വസ്തുത, ഈ ആനുകാലികൻ 2025 കേരളം, ഇന്ത്യ, കായികം, പുരസ്കാരങ്ങൾ തുടങ്ങി കുറേയേറെ ആനുകാലിക സംഭവങ്ങളും 2024, 2025, 2026 മുഴുവൻ PSC ബുള്ളറ്റിനും, അതുപോലെ തന്നെ കണക്കിൻ്റെ 1000 ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങൾ, SCERT സയൻസ് സോഷ്യൽ മുഴുവൻ PDF നോട്ടുകൾ, ഇതെല്ലാം കൂടി നിങ്ങൾക്ക് 200 രൂപ PDF ചാർജിൽ ലഭിക്കുന്നതാണ്. അതിന് 7736968625 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്.